ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 9ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം 2023-2024 വർഷത്തെ വാർഷിക മൂല്യനിർണ്ണയത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൽ ആകെ സ്കോർ എന്ന് പറയുന്നത് 80 ആണ്. 2.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് തന്നെ എക്സാം എഴുതിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ഒന്ന് നോക്കാം. നിങ്ങൾ എഴുതിയ ആൻസേഴ്സൊക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ ഏതെങ്കിലും 7 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 2 സ്കോർ വീതമാണ്. ഓക്കെ. ഒന്നാമത്തേത്, ഇന്ത്യൻ ഭരണഘടനയിലെ മതേതരത്വം എന്ന ആശയം വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് മതേതരത്വം എന്ന് പറഞ്ഞാൽ? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്നു. ഇതിനെയാണ് നമ്മൾ മതേതരത്വം എന്ന് പറയാം. എന്തൊക്കെയാണ്? ഇന്ത്യക്ക് ഒരു ഔദ്യോഗിക മതമില്ല, ഒരു മതത്തെയും ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നില്ല, മതസ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പ് നൽകുന്നു. നമുക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. 2, ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഏറ്റവും വിനാശകാരിയായ ഭൂകമ്പ തരംഗം ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രതല തരംഗങ്ങളാണ്. ഓക്കെ, പ്രതല തരംഗങ്ങളാണ് ഏറ്റവും വിനാശകാരിയായ തരംഗം. ഭൂകമ്പ തരംഗങ്ങൾ രേഖപ്പെടുത്തുന്ന ഉപകരണം ഏതാണ്? സീസ്മോഗ്രാഫാണ്. ഓക്കെ, സീസ്മോഗ്രാഫാണ് ഭൂകമ്പ തരംഗം രേഖപ്പെടുത്തുന്ന ഉപകരണം എന്ന് പറയുന്നത്. ഇനി 3, തിരുവിതാംകൂർ, കൊച്ചി എന്നിവിടങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂസർവേ രീതികൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ കേട്ടെഴുത്തും തിരുവിതാംകൂർ കട്ടെഴുത്തുമായിരുന്നു. ഓക്കെ, കൊച്ചിയിൽ കേട്ടെഴുത്തും തിരുവിതാംകൂർ കട്ടെഴുത്തുമായിരുന്നു. 4, ഉദാരവൽക്കരണ നടപടികളുടെ ഫലമായി ഇന്ത്യയിൽ നടപ്പിലാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, ഇറക്കുമതി ചുങ്കം നികുതികളും കുറച്ചു, വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, അടിസ്ഥാന സൗകര്യ വികസനം, അടിസ്ഥാന വ്യവസായങ്ങൾ എന്നിവയിലെ സർക്കാർ പങ്കാളിത്തം കുറച്ചു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറയുന്നത്. ഇനി 5, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ചെരിവ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. അതുപോലെ ഇത് മണ്ണിലെ സുഷിരങ്ങളിൽ കനത്ത സമ്മർദ്ദം ചെലുത്തുകയും ഇളകിയ പാറയുടെയും മറ്റും അടിയിലെ മണ്ണ് വെള്ളത്തിൻ്റെ തള്ളൽ മൂലം താഴേക്ക് നീങ്ങാൻ ഇടയാക്കും. ഭൂഗുരുത്വം മൂലം ആ ഭാഗം ഒന്നാകെയോ ഭാഗികമായോ വൻ ശബ്ദത്തോടെ ഇടിഞ്ഞു വീഴുന്നതിനാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ പറയാം. ചെരിവ് കൂടുതലുള്ള ഭാഗങ്ങളിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിശക്തമായ മഴ പെയ്യുമ്പോൾ ധാരാളം ജലം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങും. അപ്പോൾ മണ്ണിലെ ചെറിയ സുഷിരങ്ങളിൽ ഇത് സമ്മർദ്ദം ചെലുത്തും. കാരണം വെള്ളം കൂടുമ്പോൾ അത് കനത്തമായതുള്ള സമ്മർദ്ദം ചെലുത്തുകയും ഇത് ഇളകിയ പാറയുടെയും മറ്റും അടിയിൽ മണ്ണ് വെള്ളത്തിൻ്റെ തള്ളൽ മൂലം താഴേക്ക് വരും. ഇതാണ് ഈ ഒരു ഉരുൾപൊട്ടലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. വലിയ ശബ്ദത്തോടു കൂടിയായിട്ടാണ് ഇതുണ്ടാകാറ്. ഇനി 6ാമത്തെ ചോദ്യം, ഊര്, നാടി എന്നിവ ഏതെന്ന് വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഊര് എന്ന് പറഞ്ഞാൽ നിരവധി കുടികൾ ചേർന്ന് ഊരുകൾ രൂപപ്പെടുന്നു. ഊരിൻ്റെ അധിപന്മാർ ഊരാളന്മാരായിരിക്കും. നാട് എന്ന് പറഞ്ഞാൽ നിരവധി ഊരുകൾ ചേർന്നതാണ് നാടുകൾ. നാടുകൾക്കുമേൽ അധികാരമുണ്ടായിരുന്നവർ നാടുവാഴികൾ എന്ന് അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ ഊര് എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടികൾ ചേർന്നതും നാട് എന്ന് പറഞ്ഞാൽ നിരവധി ഊരുകൾ ചേർന്നതുമാണ്. 7ാമത്തെ ചോദ്യം, കൗമാര കുറ്റകൃത്യങ്ങൾ തടയാനുള്ള സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 1, ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക്, 2, കൗൺസിലിംഗ് സെൻറ്റർ. ഓക്കെ. 8ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ നിർവഹിക്കുന്ന ഏതെങ്കിലും 2 ചുമതലകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, ഗവൺമെൻറ്റിനെയും ജനങ്ങളെയും ബന്ധിപ്പിക്കുന്നു, പൊതുജനാഭിപ്രായം രൂപീകരിക്കുന്നു, രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തുന്നു, അതുപോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഭൂരിപക്ഷം ലഭിക്കുന്ന പാർട്ടികൾ ഗവൺമെൻറ് രൂപീകരിക്കുന്നു, വിവിധ നയങ്ങളും പരിപാടികളും മുന്നോട്ട് വെക്കുന്നു. അപ്പോൾ ഏതെങ്കിലും 2 പോയിന്റ് നിങ്ങൾ ഏതെങ്കിലും 2 ചുമതലകൾ നിങ്ങൾ എഴുതിയാൽ മതി. ഇനി 9 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 3 സ്കോർ വീതമാണ്. 9ാമത്തേത്, ചിത്രം നിരീക്ഷിച്ച് ചുവടെ നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രം ഏതു തരം വേലിയെ സൂചിപ്പിക്കുന്നു? ഇവിടെ ഏതാണ്? വാവുവേലിയെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, വാവുവേലിയെയാണ് സൂചിപ്പിക്കുന്നത്. ഈ വേലികൾ ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അമാവാസി, പൗർണമി ദിവസങ്ങളിലും സൂര്യൻ, ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തിയായ വേലിയേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ വാവുവേലികൾ എന്ന് പറയുക. ഓക്കെ.
അപ്പോൾ ഇത് വാവുവേലിയാണ്. ഇതുണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ഇതാണ്. ഇനി 10ാമത്തെ ചോദ്യം നോക്കാം. സൽത്താനത്ത് കാലത്ത് ഇന്ത്യയിൽ കാര്യക്ഷമമായ ഒരു നാണയ വ്യവസ്ഥ നിലനിന്നിരുന്നു. പ്രസ്താവന സാധൂകരിക്കുക. എന്താണ് നിലനിന്നിരുന്നു അല്ലേ? ശരിയാണ്. അതാണ് തങ്ക, അതുപോലെ തന്നെ ജിതൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. തങ്ക എന്ന് പറഞ്ഞാൽ വെള്ളി നാണയം, ജിതൽ എന്ന് പറഞ്ഞാൽ ചെമ്പു നാണയം. ഇനി ഷേർഷ നടപ്പാക്കിയ റൂബി എന്ന വെള്ളി നാണയവും അന്ന് നിലനിന്നിരുന്നു. ഇതൊക്കെ സൽത്താനത്ത് കാലത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി 11ാമത്തേത് മാനവ വികസന സൂചിക തയ്യാറാക്കുന്നതിന് 3 പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അവ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രതിശീർഷ വരുമാനം, അതുപോലെ തന്നെ സാക്ഷരതയും മൊത്തം സ്കൂൾ പ്രവേശന നിരക്കും ആയുർദൈർഘ്യം. ഈ 3 സൂചികയുടെ അടിസ്ഥാനത്തിലാണ് മാനവ വികസനം തയ്യാറാക്കാറുള്ളത്. ഇനി 12 മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക സമന്വയത്തിന് സംഗീതം വഹിച്ച പങ്ക് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അന്ന് സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ടായിരുന്നു. ഇപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന സംഗീത ശൈലിയായിരുന്നു കർണാടക സംഗീതം എന്ന് പറയുന്നത്. പ്രസിദ്ധനായ കർണാടക സംഗീതജ്ഞനായിരുന്നു നായിക് ഗോപാൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപം കൊണ്ടതായിരുന്നു ഹിന്ദുസ്ഥാനി സംഗീതം. പേർഷ്യയിൽ നിന്നുള്ള തുംബ്രി, ഗയാൽ തുടങ്ങിയ ആലാപന രീതികൾക്ക് ഇന്ത്യൻ സംഗീതത്തിൽ പ്രചാരമുണ്ടായിരുന്നു. സിത്താർ, സാരംഗി, തബല തുടങ്ങിയ പുതിയ സംഗീത ഉപകരണങ്ങൾ പ്രചാരത്തിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗയാൽ എന്ന സംഗീത രീതിയും ഗസലുകളും ഇന്ത്യയിൽ വികാസം പ്രാപിക്കുന്നത് സൂഫികളിലൂടെയാണ്. അതുപോലെ അക്ബറിൻ്റെ സംരക്ഷണത്തിൽ ഉണ്ടായിരുന്ന സംഗീതജ്ഞരിൽ പ്രസിദ്ധനായിരുന്നു താൻസൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഒരുപാട് സംഗീതത്തെക്കുറിച്ച് നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു 4-5 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ മതി. ഇനി 13ാമത്തേത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വ്യക്തിയിലും സമൂഹത്തിലും ഉണ്ടാക്കുന്ന ദോഷങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം. ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യനും കൂടെയാണ്. നമുക്കറിയാം ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഈ ലഹരി കാരണമാകുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ലഹരി ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ആത്മഹത്യ, അപകട മരണം എന്നിവയ്ക്ക് കാരണമാകുന്നുണ്ട്. കുടുംബ പ്രശ്നം, സാമ്പത്തിക പ്രതിസന്ധി എന്നിവയ്ക്കും ഇത് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങളൊരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ പോയിന്റ് വൈസോ എഴുതിയാൽ മതി. ഇനി ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റമുണ്ടാക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഒരു രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ മാറ്റമുണ്ടാക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ജനനനിരക്ക്, മരണനിരക്ക്, അവിടുത്തെ കുടിയേറ്റം. ഈ 3 കാര്യങ്ങളാണ്. ഇനി ശാസ്ത്രീയ ഭൂവിനിയോഗ രീതികൾ നിർദ്ദേശിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, നമുക്ക് കുന്നിൻ ചെരുവുകളെ തട്ടുകളാക്കി ചെരുവിൻ്റെ അളവ് കുറയ്ക്കുക. അതുപോലെ മലമ്പ്രദേശങ്ങളിൽ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സം ഉണ്ടാക്കാതിരിക്കുക. ചെരുവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഇതൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള ഭൂവിനിയോഗ രീതികളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇനി 16 മുതൽ 25 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിനാണ് ഉത്തരം എഴുതേണ്ടത്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 16ാമത്തേത് അബ്ബാസിയ ഭരണാധികാരിയായ ഹാറൂൺ അൽ റഷീദ് നടപ്പാക്കിയ പരിഷ്കാരങ്ങൾ വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹാറൂൺ അൽ റഷീദ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അബ്ബാസിയ ഭരണാധികാരികളിൽ വളരെ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. ഒരു പ്രജാക്ഷേമ തൽപരനായിരുന്നു. പ്രജകളുടെ കാര്യങ്ങളും ആവശ്യങ്ങളും എല്ലാം ചോദിച്ചറിയുന്ന ഒരു വ്യക്തി കൂടെയായിരുന്നു. ധാരാളം ക്ഷേമ പദ്ധതികൾ അദ്ദേഹം നടപ്പിലാക്കിയിട്ടുണ്ട്. അറേബ്യയിൽ ആദ്യമായി ഒരു ആശുപത്രികൾ സ്ഥാപിച്ചത് അദ്ദേഹമാണ്. നീതിന്യായ ഭരണം ഇസ്ലാം മത വിശ്വാസങ്ങൾക്കനുസരിച്ചായിരുന്നു. നിയമവാഴ്ച കർക്കശമായിരുന്നു. സാമ്രാജ്യത്തിൻ്റെ ഏതു ഭാഗത്തും ജനങ്ങൾക്ക് നിർഭയമായി സഞ്ചരിക്കാമായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി പട്ടിക പൂർത്തിയാക്കുക എന്നതാണ് അടുത്തൊരു പ്രവർത്തനം. രൂപീകരണ സഹായി രൂപീകരണ പ്രക്രിയയാണ് എഴുതേണ്ടത്. കൂൺശില അതെങ്ങനെയാണ്? അതിൻ്റെ രൂപീകരണ സഹായി എന്ന് പറയുന്നത് കാറ്റാണ്. രൂപീകരണ പ്രക്രിയ അപരദനമാണ്. ഇനി ബീച്ചുകൾ, തിരമാലകൾ, അതിൻ്റെ രൂപീകരണം എന്ന് പറയുന്നത് നിക്ഷേപണമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം തിരമാലകൾ വരുമ്പോൾ നമുക്കറിയാം മണലെല്ലാം ഇങ്ങോട്ടും ഒക്കെ നിക്ഷേപണമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി സിർക്കുകളാണെങ്കിലോ അവിടെ രൂപീകരണ സഹായി ഹിമാനികളാണ്, അപരദനമാണ് അവിടെ പ്രക്രിയ. ഇനി ഡെൽറ്റയാണെങ്കിൽ നദികളാണ്, അവിടെ നിക്ഷേപമാണ് സംഭവിക്കുന്നത്. ഇനി 18ാമത്തെ ചോദ്യം മുഗൾ ഭരണത്തിൻ്റെ സവിശേഷതകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. മുഗൾ ഭരണം എന്ന് പറഞ്ഞാൽ രാജാധികാരം ദൈവദത്തമായിരുന്നു. തുർക്കി മംഗോള് സമ്പ്രദായങ്ങളുടെ സ്വാധീനമുണ്ടായിരുന്നു അവരുടെ ഭരണത്തിൽ. എല്ലാ അധികാരവും രാജാവിൽ കേന്ദ്രീകരിച്ചിരുന്നു. സൈനിക ശക്തിയിൽ അധിഷ്ഠിതമായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഭരണത്തെ സഹായിച്ചു. പ്രാദേശിക ഭരണം നിലനിന്നിരുന്നു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്.
ഇനി 19 സംവഹന വൃഷ്ടി, തീരദേശ വൃഷ്ടി എന്നിവ താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സംവഹന വൃഷ്ടി എന്ന് പറഞ്ഞാൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഉയർന്ന താപമേറ്റ് വായു ചൂടായി വികസിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതുപോലെ തന്നെ ഈ വായു തണുത്ത് ഘനീഭവിച്ച് കമുലസ് മേഘങ്ങൾ ഉണ്ടാവുന്നു. തുടർന്ന് ഇടിമിന്നലോട് കൂടിയ മഴയാണ് സംവഹന വൃഷ്ടി എന്ന് പറയുന്നത്. ഇനി അടുത്തത് തീരദേശ വൃഷ്ടി എന്ന് പറഞ്ഞാൽ കടലിൽ നിന്നുള്ള വായു തീരദേശങ്ങളിൽ വെച്ച് കരയിലേക്ക് വായുവുമായി കൂട്ടിമുട്ടാനിടയായാൽ ഉഷ്ണവായു മുകളിലേക്ക് ഉയർത്തപ്പെടുകയും തുടർന്ന് മേഘരൂപീകരണത്തിനും മഴക്കും കാരണമാവുകയും ചെയ്യുന്നു. ഇതാണ് തീരദേശ മഴ എന്ന് അല്ലെങ്കിൽ തീരദേശ വൃഷ്ടി എന്ന് പറയുന്നത്. ഇനി 20 കേവല ഭൂരിപക്ഷ വ്യവസ്ഥയനുസരിച്ച് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് എങ്ങനെയാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. എന്നിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുപ്പിക്കുന്നു. എത്ര സ്ഥാനാർത്ഥികൾക്ക് വേണമെങ്കിലും മത്സരിക്കാം. മറ്റു സ്ഥാനാർത്ഥികളെ അപേക്ഷിച്ച് കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളെ തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥയനുസരിച്ചുള്ള ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ഇവ നമുക്കറിയാം, ഏപ്രിൽ 21 നമുക്കൊരു തിരഞ്ഞെടുപ്പും കൂടെ വരാനിരിക്കുകയാണ്. ഇനി 21ാമത്തെ ചോദ്യം എ കോളത്തിന് അനുയോജ്യമായി ബി കോളം ക്രമപ്പെടുത്തി എഴുതാനാണ്. അപ്പോൾ നമുക്ക് ആൻസറുകൾ വായിക്കാം. നെടിയിരുപ്പ് സ്വരൂപം എന്ന് പറയുന്നത് ഏറനാടാണ്. ഇനി തൃപ്പാപ്പൂർ സ്വരൂപം എന്ന് പറയുന്നത് വേണാടാണ്. കോല സ്വരൂപം എന്ന് പറയുന്നത് കോലോത്ത് നാടാണ്. പെരുമ്പടപ്പ് സ്വരൂപം എന്ന് പറയുന്നത് കൊച്ചിയാണ്. 22 ഗ്രാമീണ വാസസ്ഥലങ്ങൾ എന്നാൽ എന്ത്? വിവിധതരം ഗ്രാമീണ വാസസ്ഥല മാതൃകകൾ ഏതെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. ഗ്രാമീണ വാസസ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ താരതമ്യേന കുറഞ്ഞ ജനസംഖ്യ ഉള്ളതും ജനങ്ങൾ മുഖ്യമായും കാർഷിക വൃത്തി ആശ്രയിച്ച് ജീവിക്കുന്നതുമായ പ്രദേശങ്ങളെയാണ് നമ്മൾ ഗ്രാമീണ വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് 3 തരമാണുള്ളത്. ഒന്ന് രേഖീയ മാതൃക. രേഖീയ മാതൃക എന്ന് പറഞ്ഞാൽ റോഡ്, നദി, തീരരേഖ എന്നിവയ്ക്ക് സമാന്തരമായി വികസിച്ചു വരുന്ന വാസസ്ഥല മാതൃക. അതുപോലെ തന്നെ വൃത്താകാര മാതൃക എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ, മേച്ചിൽപ്പുറങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയ അവയെ ചുറ്റിപ്പറ്റിയുള്ള വാസസ്ഥലമാണ്. നക്ഷത്ര മാതൃക എന്ന് പറയുന്നത് വിവിധ റോഡുകൾ സന്ധിക്കുന്ന ഇടങ്ങളിൽ രൂപം കൊള്ളുന്ന വാസസ്ഥലം. ഓക്കെ, അപ്പോൾ മൂന്നെണ്ണമാണ് രേഖീയ മാതൃക, വൃത്താകാര മാതൃക, നക്ഷത്ര മാതൃക. ഇനി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അനുവർത്തിക്കേണ്ട പൊതു നടപടികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പരിക്കേറ്റവരെ എത്രയും വേഗം നമുക്ക് വൈദ്യസഹായം ചെയ്യണം. അതുപോലെ തന്നെ ഊഹാപോഹങ്ങൾ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക, പ്രചരിപ്പിക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്യണം. വിലപിടിപ്പുള്ള വസ്തുക്കൾ, രേഖകൾ എന്നിവ മാത്രം ഒപ്പം കരുതുക. അതുപോലെ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക, അത്യാവശ്യം മരുന്നുകൾ കരുതുക. ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി 24 സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കൽ, ഒരേ ജോലിക്ക് വ്യത്യസ്ത കൂലി നൽകൽ, കഴിവ് തെളിയിക്കാനുള്ള അവസരം നിഷേധിക്കൽ, പൊതുരംഗത്ത് നിന്ന് മാറ്റി നിർത്തൽ, അതുപോലെ തന്നെ സ്ത്രീധനം. ഇതൊക്കെ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇനി 25ാമത്തെ ചോദ്യം ലോക വ്യാപാര സംഘടനയിലൂടെ രൂപപ്പെട്ട സ്വതന്ത്ര വ്യാപാര കരാറുകളിലെ പ്രധാന നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയായിരുന്നു? ഇറക്കുമതി തീരുവ ഘട്ടം ഘട്ടമായി കുറയ്ക്കുക, അതുപോലെ തന്നെ സബ്സിഡികൾ കുറയ്ക്കുക, പേരന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, സേവന രംഗങ്ങളായ മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിങ്, ഇൻഷുറൻസ് തുടങ്ങിയ മേഖലകളിലും വിദേശ നിക്ഷേപം അനുവദിക്കുക, അതുപോലെ ആഭ്യന്തര നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പരിഗണന വിദേശ നിക്ഷേപങ്ങൾക്കും നൽകുക. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഇനി 26-27 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 6 ചോദ്യമാണ്, 6 മാർക്ക് വീതമാണ്. 26ാമത്തേത് നൽകിയിട്ടുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് സമ്പ്രദായം വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 6 മാർക്കാണ് കൂട്ടുകാർ. അത്യാവശ്യം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ അനഭിലഷണീയമായ പ്രവണതകൾ, തിരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ പണത്തിൻ്റെ ഇവിടെ അനഭിലഷണീയമായ പ്രവണതകൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് പറയാം പണത്തിൻ്റെ സ്വാധീനം അല്ലേ, അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള അതിക്രമങ്ങൾ, ജാതിമത വിഭാഗങ്ങളുടെ സ്വാധീനം, സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ്. ഇതൊക്കെയാണ് അനഭിലഷണീയമായ പ്രവണതകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ പണത്തിൻ്റെ സ്വാധീനമാണെങ്കിൽ തിരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് പണം കൊടുത്ത് സ്വാധീനിക്കുമെന്ന് നമുക്ക് പറയാം. അതുപോലെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിന് രാഷ്ട്രീയ പാർട്ടികൾ ചെലവഴിക്കുന്ന അമിതമായിട്ടുള്ള ധൂർത്ത് നമുക്ക് പറയാം. ഇനി തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച അതിക്രമങ്ങളും നമുക്കറിയാം. പോളിംഗ് ദിനത്തിലുണ്ടാകുന്ന അതിക്രമങ്ങൾ, തിരഞ്ഞെടുപ്പ്
തിരഞ്ഞെടുപ്പിലെ കള്ളവോട്ടും ബൂത്ത് പിടുത്തവും അതുപോലെ തന്നെ പ്രചാരത്തിലുണ്ടാകുമ്പോൾ നടക്കുന്ന അതിക്രമങ്ങൾ. ഇനി ജാതിമത വിഭാഗങ്ങളുടെ സ്വാധീനം. ഇപ്പോൾ ജാതി നോക്കിയിട്ട് വോട്ട് ചെയ്യുന്ന പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്ത്രീകളുടെ പ്രാതിനിധ്യക്കുറവ് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം. ഇനി തിരഞ്ഞെടുപ്പിലെ പരിഷ്കാരങ്ങൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നമുക്കറിയാം, സമ്മതിദായകരുടെ ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തി. അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചെലവിന് ഒരു പരിധി നിശ്ചയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടിക്കും സ്ഥാനാർത്ഥികൾക്കുമുള്ള പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കി. ബാലറ്റ് സ്ഥാനാർത്ഥികളുടെ ചിത്രം ഉൾപ്പെടുത്തി. നിഷേധ വോട്ട് സമ്പ്രദായം നടപ്പിലാക്കി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് അതിൽ എഴുതേണ്ടത്. ഇനി ഈ ചോദ്യം അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബി, മലയാള ഭാഷയുടെ വളർച്ചയിൽ മധ്യകാല സാഹിത്യ കൃതികളിൽ വഹിച്ച പങ്ക് വിവരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എഴുതുമ്പോൾ നമുക്ക് ഓരോ നൂറ്റാണ്ടുകളായിട്ട് എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. 8 മുതൽ 12 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം. ആ സമയത്ത് തമിഴിൻ്റെ സ്വാധീനം പ്രകടമായതും സംസ്കൃതം കലർന്നതുമായ രീതിയെ കുറിച്ചിട്ട് എഴുതാം. വട്ടെഴുത്തിലുണ്ടായ ലിഖിതങ്ങൾ, ഉദാഹരണം തരിസാപ്പള്ളി, തിരുനെല്ലി ലിഖിതങ്ങളെ കുറിച്ചിട്ട് പരാമർശിക്കാം. ഇനി 12 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടിലാണെങ്കിൽ എഴുത്തുകളിൽ മലയാളത്തിൻ്റെ സ്വാധീനം കടന്നുകൂടി. 12-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രാമചരിതം മലയാളത്തിൻ്റെ ആദ്യ കൃതിയാണ്. ഇനി 14-ാം നൂറ്റാണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം. മണിപ്രവാള സാഹിത്യ കൃതികൾ രചിക്കപ്പെട്ടു. ഉണ്ണിനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം എന്നിവയെല്ലാം ആ സമയത്താണ് വന്നത്. ഇനി 15-ാം നൂറ്റാണ്ടിലാണെങ്കിൽ നിരണം കവികളിൽപ്പെട്ട രാമപണിക്കർ അഥവാ കണ്ടശ്ശൻ മലയാളത്തിൽ എഴുതിയ രാമായണം, ഭാഗവതം, ശിവരാത്രി മഹാത്മ്യം, അതുപോലെ ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ, ഇതൊക്കെ ആ സമയത്താണ് വന്നത്. 17-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം, അതുപോലെ പൂന്താനത്തിൻ്റെ ജ്ഞാനപാന, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അത്യാത്മക രാമായണ കിളിപ്പാട്ട്, മഹാഭാരതം കിളിപ്പാട്ട് ഒക്കെ 17-ാം നൂറ്റാണ്ടിലാണ് വന്നത്. ഇനി 18-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽപ്പാട്ടിനെ കുറിച്ച് പറയാം. രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിനെ കുറിച്ച് പറയാം. വടക്കൻ പാട്ട്, തെക്കൻ പാട്ട് തുടങ്ങിയ വാമൊഴി പാട്ടുകളെ കുറിച്ചിട്ടും പറയാം. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അവസാനം എഴുതാം ഇന്ന് മലയാളം എവിടെ എത്തി നിൽക്കുന്നു എന്ന രീതിയിൽ ഇന്ന് മലയാളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടും കൂടെ എഴുതാം. ഇനി 27-ാമത്തെ ചോദ്യം, കുടിയേറ്റം എന്നാൽ എന്ത്? കുടിയേറ്റത്തിൻ്റെ ഫലങ്ങൾ വിശദമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുടിയേറ്റം എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് മനുഷ്യവിഭവ കൈമാറ്റം സാധ്യമാകുന്നു, മാതൃരാജ്യത്തേക്ക് വിദേശ നാണയം ലഭ്യമാകുന്നു, സാങ്കേതിക വിദ്യ കൈമാറ്റം സാധ്യമാകുന്നു, കൂടുതൽ തൊഴിലുകൾ ലഭിക്കുന്നു, ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരങ്ങൾ ലഭിക്കുന്നു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ താരതമ്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലാണെങ്കിൽ ലാഭം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനമായിരിക്കും, എന്നാൽ സോഷ്യലിസ്റ്റിലാണെങ്കിൽ ജനക്ഷേമമായിരിക്കും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി ഉപഭോക്താക്കളുടെ പരമാധികാരമാണ് മുതലാളിത്തത്തിൽ എങ്കിൽ സ്വകാര്യ സംരംഭകരുടെ അഭാവമാണ് സോഷ്യലിസത്തിൽ. സ്വതന്ത്ര കമ്പോളമായിരിക്കും. ഏത് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യവും മുതലാളിത്തത്തിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്വകാര്യ സ്വത്തവകാശം ഉണ്ടായിരിക്കും. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി ഉണ്ടായിരിക്കും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള സംരംഭകരുടെ പരസ്പര മത്സരവും നമുക്ക് മുതലാളിത്തത്തിൽ കാണാം. എന്നാൽ സോഷ്യലിസം എന്ന് പറയുന്നത് സ്വകാര്യ സ്വത്തവകാശമായിരിക്കും. പാരമ്പര്യ സ്വത്ത് കൈമാറ്റ രീതി എന്നിവയുടെ അഭാവം ഉണ്ടായിരിക്കും. സാമ്പത്തിക സമത്വം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്നുകിൽ ടേബിളായിട്ട് എഴുതാം, അല്ലെങ്കിൽ രണ്ട് പാരഗ്രാഫായിട്ടും എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. എല്ലാ കൂട്ടുകാർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.